എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 14 ശ്ലോകം 21, 22, 23, 24, 25, 26 6 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഗംഗണപതയേ നമഃ. സംസരസ്വതേ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 21. ഏതാവുരണകൗരാജൻ ന്യാസൗ രക്ഷസ്വമാനദ സംരസ്യേ ഭവതാ സാകം ശ്ലാഘ്യ സ്ത്രീണാം വരസ്മൃത. മാനദ രാജൻ, മാനത്തെ നൽകുന്ന രാജാവേ. ന്യാസൗ ഏതൗ ഉരണകൗ, സമർപ്പിക്കുന്ന ഈ 2 ആട്ടിൻകുട്ടികളെ രക്ഷസ്വ, രക്ഷിച്ചാലും. ഭവതാ സാകം, ഭവാനോടുകൂടി. സംരസ്യേ, സമ്യക്കാകും വണ്ണം രമിക്കുന്നേൻ. ശ്ലാഘ്യ, ശ്ലാഘിക്കാൻ യോഗ്യൻ. സ്ത്രീണാം വര, സ്ത്രീകളുടെ ഭർത്താവ് എന്ന് സ്മൃത, നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോ ഈ മിത്രാവരുണന്മാരുടെ ഒരു ശാപം കൊണ്ടാണ് ഉർവശി മനുഷ്യ സ്ത്രീയായിട്ട് വന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ശാപമോചനം കിട്ടുന്ന സമയത്ത് സ്വർഗത്തിലേക്ക് പോകണം. അപ്പൊ അതിനൊരു കണ്ടീഷൻ വെക്കുകയാണ് രാജാവിനോട് സൂത്രക്കാരി ഉർവശി. കുറെ കണ്ടീഷൻസ് രാജാവിനോട് പറയാണ്. ഹേ രാജൻ, ഞാൻ ആഗ്രഹിക്കണ ഏത് കാര്യം അങ്ങ് എനിക്ക് സാധിപ്പിച്ചു തരൂലോ അല്ലെ, അതിനൊന്നും അങ്ങക്ക് ഒരു പ്രയാസം ഇല്ലല്ലോ. എന്നിട്ട് പറയാണ്, ഈ 2 ആട്ടിൻകുട്ടികളെ ഞാൻ എന്റെ കുട്ടികളെ പോലെ, എന്റെ സന്താനങ്ങളെ പോലെയാ സ്നേഹിച്ചു വരുന്നത്. ഇപ്പൊ ഞാനിത് അങ്ങേക്ക് സമർപ്പിക്കുക. ഈ കുട്ടികളെ അങ്ങ് സംരക്ഷിക്കണം. അവർക്ക് ഒരു ആപത്തും വരാതെ അങ്ങ് അവരെ സംരക്ഷിക്കണം. ദേവിയായിട്ടുള്ള ഞാൻ അപ്സര സ്ത്രീ അല്ലേ, മനുഷ്യനായിട്ടുള്ള അങ്ങയോട് ചേർന്ന് എങ്ങനെയാ രമിക്കാന്നൊന്നും അങ്ങ് വിചാരിക്കണ്ട. അങ്ങക്ക് അത്രയും യോഗ്യതകൾ അങ്ങേക്കുണ്ട്. ശ്ലാഘിക്കാൻ യോഗ്യങ്ങളായ വീര ശൗര്യാദി ഗുണങ്ങളൊക്കെ ആർക്കുണ്ടോ അങ്ങനെയുള്ള ആ പുരുഷനെ അപ്സര സ്ത്രീകളായ ഞങ്ങൾക്ക് ഭർത്താവായിട്ട് സ്വീകരിക്കാം. അങ്ങനെയാണ്, അതാണ് അതിന്റെ നിയമം. ഏറ്റവും ഗുണങ്ങളുള്ളത് ആള് മനുഷ്യനായാലും ഞങ്ങൾക്ക് സ്വീകരിക്കാം. അതാണ് ഞങ്ങളുടെ നിയമം. അതുകൊണ്ട് ഈ ജാതി വ്യത്യാസം, ദേവി, മനുഷ്യൻ, അങ്ങനെയുള്ള വിചാരങ്ങളൊന്നും അത് ദോഷാണെന്നൊന്നും അങ്ങ് ശങ്കിക്കണ്ട എന്ന് പറയാണ്. പിന്നെ എന്താ കണ്ടീഷൻസ് പറയുന്നുണ്ട് ഉർവശി. കൃതം മേ വീര്യഭക്ഷ്യം സ്യാന്നേക്ഷേ ത്വാന്യത്ര മൈഥുനാൽ വിവാസസം തൽ തഥേതി പ്രതിപേദേ മഹാമനാഹ. വീരാ, ഹേ പരാക്രമശാലിൻ, കൃതം നെയ്യ്, മേ ഭക്ഷ്യം സ്യാൽ എന്റെ ഭക്ഷണ പദാർത്ഥമായിരിക്കണം. ത്വാ അങ്ങയെ, മൈഥുനാൽ അന്യത്ര മൈഥുനകാലം ഒഴികെ മറ്റൊരവസരത്തിൽ, വിവാസസം വസ്ത്രരഹിതനായിട്ട്, ന ഈക്ഷേ കാണാൻ ആഗ്രഹിക്കുന്നില്ല, മഹാമനാഹ സന്തുഷ്ടമനസ്കനായിട്ട്, തത് അതിനെ, തഥാ ഇതി പ്രതിവേദേ അപ്രകാരമെന്ന് അംഗീകരിച്ചു. പിന്നെയും പറയണു, ഹേ വീരനായ രാജാവേ, ദേവിയായ ഞാൻ അമൃതം ഭക്ഷിക്കുന്നവളല്ലേ, ദേവസ്ത്രീ അല്ലേ. അതുകൊണ്ട് അമൃതം വാ ആജ്യം, അമൃതമാകട്ടെ ആജ്യം തന്നെയാകുന്നു എന്നുള്ള ശ്രുതി പ്രകാരം നെയ്യ് മാത്രമേ ഞാൻ ഭക്ഷിക്കുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടി, മൈഥുന കാലത്തിലല്ലാതെ മറ്റൊരു സമയത്ത് അങ്ങയെ വസ്ത്രരഹിതനായിട്ട് കാണാൻ പാടില്ല. അങ്ങനെയുള്ള സമയത്തൊക്കെ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പോകുന്നതാണ് പറയണത്. എന്റെ ഈ നിശ്ചയങ്ങള് പരിപാലിക്കുന്ന കാലത്തോളം അങ്ങയോട് ഒരുമിച്ച് രമിക്കാം. നാട്ടിൻകുട്ടികളെ നോക്കണം, പിന്നെ വസ്ത്രരഹിതനായിട്ട് കാണാൻ പാടില്ല. ഈ നിശ്ചയങ്ങളില് എന്തെങ്കിലും ഒന്നിന് ഭംഗം നേരിട്ടാൽ അപ്പോൾ ഞാൻ അങ്ങയെ പിരിഞ്ഞു പോകും. രാജാവ് സമ്മതിച്ചു. അയ്യോ സന്തോഷപൂർവ്വം, ഇതൊക്കെയാണോ ബുദ്ധിമുട്ട് എന്നാണ് രാജാവ് വിചാരിച്ചത്. ഇതൊക്കെ പരിപാലിക്കാൻ സാധിക്കില്ല എന്നുള്ള വിചാരം അദ്ദേഹത്തിന് ഉണ്ടായില്ല. അംഗീകരിച്ചു. പക്ഷെ എത്ര വീരനാണെങ്കിലും ദേവിയായ തനിക്ക് രാജാവിനെ തോൽപ്പിക്കുന്നതിന് സാധിക്കാതിരിക്കില്ല എന്ന് ഉർവശി തീരുമാനിച്ചു. അതാണ് അഹോ രൂപമഹോ ഭാവോ നരലോക വിമോഹനം കോ ന സേവേതമനുജോ ദേവീം ത്വാം സ്വയം ആഗതാം. രൂപം സൗന്ദര്യം, ഭാവം ചാതുര്യം, നരലോക വിമോഹനം മനുഷ്യരെ വിമോഹിപ്പിക്കുന്നത്, സ്വയം ആഗതാം താനെ വന്നിരിക്കുന്ന, ദേവീം ത്വാം ദേവിയായ നിന്നെ, ക്വ മനുജ ഏതൊരു മനുഷ്യൻ, ന സേവേത സേവിക്കയില്ല. ഉർവശിയുടെ
ആ കണ്ടീഷൻസ് ഒക്കെ അംഗീകരിച്ച്, എങ്ങനെയാ അത് അംഗീകരിച്ചതെന്ന് പറയണ രാജാവ്. നിന്റെ ഈ സൗന്ദര്യവും ചാതുര്യവും ആശ്ചര്യം തന്നെയാണ് കേട്ടോ. മനുഷ്യലോകത്തിലെ എല്ലാവരെയും ആകർഷിക്കുന്നതിന് ഈ സൗന്ദര്യവും നിന്റെ സാമർഥ്യവും പറയാതിരിക്കാൻ വയ്യ പറയണു. ദേവന്മാർക്ക് മാത്രം ലഭിക്കാൻ യോഗ്യയായ നീ സ്വയം എന്റെ സമീപത്ത് വന്നു. എന്തൊരു ഭാഗ്യാണ് എന്റെ. ഏതൊരു മനുഷ്യനാ നിന്റെ ഇതൊക്കെ അംഗീകരിക്കാതിരിക്കുക? എല്ലാവരും നിന്നെ സേവിക്കും എന്ന് പറയണു രാജാവ്. തയാ സ പുരുഷ ശ്രേഷ്ഠോ രമയന്ത്യായഥാർഹത രേമേ സുരവിഹാരേഷു കാമം ചൈത്രരഥാദിഷു. യഥാർഹത യോഗ്യമാകും വിധത്തിൽ രമയന്ത്യ തയാ രമിപ്പിക്കുന്ന അവളോടുകൂടി പുരുഷശ്രേഷ്ഠാസ പുരുഷന്മാര് ശ്രേഷ്ഠനായ അദ്ദേഹം സുരവിഹാരേഷു ദേവന്മാരുടെ ക്രീഡാസ്ഥാനങ്ങളായ ചൈത്രരഥാദിഷു ചൈത്രരഥാദികളിൽ രമേ രമിച്ചു. ഏതൊക്കെ വിധത്തില് ആഗ്രഹിക്കാൻ സാധിക്കുമോ ആ വിധത്തിലൊക്കെ ആനന്ദിപ്പിക്കുന്ന ആ ഉർവശിയോട് കൂടിയിട്ട് പുരുഷശ്രേഷ്ഠനായ പുരൂരവസ് ദേവന്മാര് ക്രീഡിക്കുന്ന പൂന്തോട്ടങ്ങളായ ചൈത്രരഥം, നന്ദനം, പാരിഭദ്രം മുതലായിട്ടുള്ള ആ രമണീയ സ്ഥാനങ്ങളൊക്കെ അങ്ങനെ രമിച്ചുകൊണ്ട് നടന്നു. എത്ര സരസായിട്ടുള്ള ആ ഉർവശിയോട് കൂടിയിട്ട് ഭാഗ്യവാനായ വീരനായ മഹാരാജാവ് അങ്ങനെ ദേവലോകത്തില് എത്ര സുന്ദരമായിട്ടാണ് അവര് രമിച്ചതെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ രമിച്ചുകൊണ്ടിരുന്നു. രമമാണസ്തയാ ദേവ്യ പത്മകിഞ്ചൽക്കഗന്ധയാ തന്മുഖാമോദമുഷിതോ മുമുദേഹർഗണാൻ ബഹൂൻ. പത്മകിഞ്ചൽക്കഗന്ധയാ താമരകേസരത്തിന്റെ ഗന്ധത്തോടുകൂടിയ തയാരമമാണ് അവളോടുകൂടി രമിക്കുന്നവനും ത്വന്മുഖാമോദമുഷിത അവളുടെ മുഖ സൗരഭ്യത്തിന് അധീനനുമായിട്ട് ബഹൂൻ അഹർഗണാൻ ബഹുക്കളായ അഹോരാത്രങ്ങളിൽ മുമുദെ മോചിച്ചു. അതിസുന്ദരിയായിട്ടുള്ള ആ ഉർവശിയുടെ ആ മുഖം താമരപ്പൂവിന്റെ കേസരഗന്ധം പോലെ എത്ര മനോഹരമായ അവളുടെ ആ മുഖ സൗരഭ്യം. മുഖത്തിങ്ങനെ അതിസുന്ദരി, മുഖത്തുനിന്നിങ്ങനെ ഒരു സൗരഭ്യം പുറപ്പെടുന്നു. അതിലൊക്കെ ഇങ്ങനെ എന്താ പറയാ, അതിലിങ്ങനെ മോഹിച്ച് വേറൊന്നും ചിന്തയില്ലാതെ മഹാരാജാവ് കുറെ കാലം അവളോട് ചേർന്ന് ആനന്ദിച്ചു. അപശ്യൻ ഉർവശീമിന്ദ്രോ ഗന്ധർവാൻ സമചോദയൻ ഉർവശീരഹിതം മഹ്യം ആസ്ഥാനം നാദിശോഭതേ. ഉർവശീരഹിതം ഉർവശിയോട് കൂടാതെ ഇരിക്കുന്ന മഹ്യം ആസ്ഥാനം എന്റെ വാസസ്ഥാനം ന അതിശോഭതേ അധികം ശോഭിക്കുന്നില്ല. ഇതി മന്യമാന ഇന്ദ്ര എന്ന് വിചാരിക്കുന്ന ഇന്ദ്രൻ ഉർവശിയും അപശ്യൻ ഉർവശിയെ കാണാത്തവനായിട്ട് ഗന്ധർവാൻ ഗന്ധർവന്മാരെ സമചോദയൽ പ്രേരിപ്പിച്ചു. അപ്പൊ രാജാവ് ഉർവശിയോടുകൂടി ഇങ്ങനെ ചേർന്ന് ആനന്ദിച്ച് കഴിയാണ്. അങ്ങനെ കാലം കഴിക്കുമ്പോ ഉർവശിയെ കാണാതെ ഇന്ദ്രന് പറ്റണില്ല. അപ്പൊ ഉർവശി ഒരു കണ്ടീഷൻ വെച്ചിരിക്കണത് എന്താ? നഗ്നനായിട്ട് രാജാവിനെ കാണാൻ പാടില്ല, പിന്നെ എന്റെ ആട്ടുംകുട്ടികളെ നല്ലോണം നോക്കിക്കൊള്ളണം. ഇതിന് രണ്ടിനും എന്തെങ്കിലും ഭംഗം വന്നാൽ ഞാൻ അപ്പോ തിരിച്ചു പോവും എന്നല്ലേ പറഞ്ഞിരിക്കണേ. ഇന്ദ്രനാണെങ്കിൽ അവിടെ ഇരിക്കപ്രതിയില്ല, ഉർവശി ഇല്ലാത്തതുകൊണ്ട്. അപ്പോ ഗന്ധർവന്മാരെ പറഞ്ഞു വെച്ചിട്ട് ഈ ഉർവശിയുടെ ആ കണ്ടീഷൻസ് ഒക്കെ ശരിയാക്കി രാജാവിനെ ഉപേക്ഷിച്ച് ഉർവശി അവിടേക്ക് സ്വർഗലോകത്തിലേക്ക് വരാൻ പാകത്തിനുള്ള അതൊക്കെ ഗന്ധർവന്മാരെ കൊണ്ട് ചെയ്യിക്കും. രാജാവിനെ നഗ്നനായിട്ട് ആക്കാനുള്ള സൂത്രപ്പണി പറഞ്ഞു കൊടുക്കും. ആട്ടിൻകുട്ടികളെ മോഷ്ടിക്കാനായിട്ട് ഈ ഗന്ധർവന്മാരെ പറഞ്ഞയക്കുകയാണ്. അങ്ങനെ ആ സൂത്രപ്പണിയൊക്കെ ചെയ്ത് ഇന്ദ്രൻ സന്തോഷവാനായി. ഉർവശി അപ്പോഴേക്കും തിരിച്ചുപോയി. രാജാവിനെ നഗ്നനായിട്ട് കണ്ടു, ആട്ടിൻകുട്ടിയെ രക്ഷിക്കാൻ രാജാവിന് കഴിഞ്ഞില്ല. അതൊക്കെയാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത്. അത് നമുക്ക് നാളെ കേൾക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.